ഇടുക്കി ജില്ലയിലെ അടിമാലി സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പുഷ്പങ്ങൾക്കും ഔഷധച്ചെടികൾക്കും പ്രസിദ്ധമാണ്. ഏലം, കുരുമുളക്, ഗ്രാമ്പു, ജാതി തുടങ്ങിയവയുടെ വിളനിലമാണ്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടതാവളം കൂടിയാണ് അടിമാലി. ഹരിതാഭമാർന്ന ഈ പ്രദേശത്ത് തെങ്ങ്, മാവ്, പ്ലാവ്, വാഴ, ഇഞ്ചി, പഴവർഗ്ഗങ്ങളായ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ എന്നിവയും സമൃദ്ധമായി വളരുന്നു. വഴിയോരത്തെ ചീയിപ്പാറ വെള്ളച്ചാട്ടവും മുഖാമുഖം നോക്കി നിൽക്കുന്ന ചിന്നപ്പാറക്കുടി, കുരങ്ങാടി, തലമാല മലകളും മലകളിൽ ഉറഞ്ഞ് ആവി പോലെ പറന്നു നടക്കുന്ന കോടമഞ്ഞും സമശീതോഷ്ണാവസ്ഥയും എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഇവിടം സ്വപ്ന സദൃശമാകുന്നു. ഇവിടെ കഴിഞ്ഞ 35 വർഷക്കാലമായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കർഷകനുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന് ക്വിന്റൽ നേന്ത്രവാഴ ഉരുത്തിരിച്ച് സമ്മാനിച്ച അടിമാലി സ്വദേശി ചെറുകുന്നേൽ ഗോപി. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി നടത്തിയാണ് താനൊരു ഒന്നാംകിട കർഷകനാണെന്ന് ഗോപി തെളിയിച്ചത്. പാട്ടവ്യവസ്ഥയിൽ എടുത്ത 2 ഏക്കർ ഭൂമിയിൽ പലിശക്കെടുത്ത തുക മൂലധനമായിട്ടായിരുന്നു ക്വിന്റൽ നേന്ത്രവാഴ കൃഷിയുടെ തുടക്കം. ക്വിന്റൽ വാഴയുടെ വിജയം ഗോപിയെ പ്രശസ്തനാക്കി. അക്കാലത്താണ് വാഴത്തോട്ടം സന്ദർശിച്ച കൃഷിമന്ത്രിയും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരും ടിഷ്യൂ ലാബ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ലാബിന്റെ കെട്ടിടമടക്കമുള്ള പണി തീർന്നിട്ടും ലോൺ കിട്ടാത്തതും അംഗീകാരം ലഭിക്കാതെ വന്നതും ഈ പദ്ധതിയെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഗവൺമെന്റിൽ നിന്നുള്ള അധികാരികൾ തന്നെ പറഞ്ഞാണ് ടിഷ്യൂ കൾച്ചർ വഴി ലക്ഷങ്ങൾ തൈ ഉണ്ടാക്കി കുറഞ്ഞ വിലയ്ക്ക് കൃഷിക്കാർക്ക് കൊടുക്കണം, അതിനുള്ള സഹായം ഗവൺമെന്റ് തരും. അങ്ങനെ പറഞ്ഞ ഒരു ലാബിന് വേണ്ടി ഒരു ബിൽഡിംഗ് ഞാൻ പണിതു. ആ ബിൽഡിംഗ് ഞാൻ പണിതതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി ലക്ഷങ്ങൾ ഞാൻ ബാങ്ക് ലോണൊക്കെ എടുത്ത് പണി ചെയ്തു. അതിന് പിന്നെ എന്താ അത് സമയത്തത് നടത്താൻ പറ്റാത്ത സാഹചര്യം വന്ന് കുറേ സാമ്പത്തിക പ്രതിസന്ധിയിലും എല്ലാം പെട്ടു. അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ എൻ്റെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ജീവിതം വീണ്ടും വഴിമുട്ടിയപ്പോൾ ഭാര്യയും 2 മക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി കൃഷി ഉപേക്ഷിച്ചില്ല. സ്വന്തം ചെറുകുന്നേൽ നഴ്സറിയിൽ കമുക്, കുരുമുളക്, ജാതി തുടങ്ങി പലവിധ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ക്ഷീണമകറ്റി. ഇവിടുന്ന് ജാതി തൈകൾ വാങ്ങാൻ വരുന്നവർ ഗോപിയോട് ഒരാവശ്യം ഉന്നയിച്ചു. ജാതി വളർന്ന് 20 മുതൽ 25 വർഷക്കാലമാകുമ്പോൾ അവരുടെ പ്രദേശങ്ങളിൽ പ്രകൃതിക്ഷോഭവും മറ്റും കാരണം ജാതിമരം കടപുഴകി വീഴുന്നുവെന്നും അതിന് പരിഹാരം വേണമെന്നുമായിരുന്നു കർഷകരുടെ ആവശ്യം. കർഷകരുടെ ഈ ആവശ്യം ഗോപിയുടെ ചിന്ത ആ ദിശയിലേക്ക് തിരിച്ചുവിട്ടു. ജാതി കർഷകരുടെ പൊള്ളുന്ന പ്രശ്നമാണ് ഇദ്ദേഹത്തെ മൾട്ടി റൂട്ട് ഗ്രാഫ്റ്റിംഗ് തൈകളുടെ കണ്ടെത്തലിന് പ്രചോദനമായത്. ഏതാണ്ട് 25 വർഷം മുമ്പ് ദൂരദർശൻ കേന്ദ്രത്തിന്റെ കൃഷി ദർശൻ പരിപാടിക്ക് വേണ്ടി അന്ന് ക്വിന്റൽ ഗോപി എന്ന് നാടൊട്ടുക്ക് അറിയപ്പെട്ടിരുന്ന CM ഗോപിയെ ഇന്റർവ്യൂ ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. അന്ന് ഏതാണ്ട് 1 ക്വിന്റൽ ഇല്ലെങ്കിലും ഒരു 70-80 കിലോ വരെ ഭാരമുള്ള നേന്ത്രക്കുലകൾ ഉണ്ടാക്കി നാടൊട്ടുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞ ഗോപി ഇന്ന് ഒരു പുത്തൻ കാർഷിക വിപ്ലവമായി പുനർജനിച്ചിരിക്കുകയാണ്. സുഗന്ധവിളകളുടെ പട്ടികയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് ജാതി. മിരിസ്റ്റിക്കേസിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ജാതി 60 അടിയോളം ഉയരത്തിൽ വളരുകയും 150 വർഷക്കാലത്തെ നിലനിൽപ്പുമുണ്ട്. മിരിസ്റ്റിക്ക ഫ്രാഗൻ എന്നാണ് ശാസ്ത്രനാമം. ഇംഗ്ലീഷിൽ നട്ട്മഗ് എന്നാണ് വിളിപ്പേര്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഗ്രനേഡ, മലേഷ്യ, ശ്രീലങ്ക, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം 17,485 ഹെക്ടർ കൃഷിയിൽ നിന്നും 12,619 ടൺ ജാതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രധാനമായും തെക്കൻ സംസ്ഥാനങ്ങളിലാണ് ജാതി കൃഷി കൂടുതലായുള്ളത്. അതിൽ 98% കേരളത്തിലാണ്. കർണാടക, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും
ചെറിയ തോതിൽ ജാതി കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രം 18,161 ഹെക്ടർ സ്ഥലത്ത് ജാതി കൃഷിയുണ്ട്. ഇതിൽ നിന്നും 12,059 ടൺ ജാതിയാണ് ഉൽപാദനം. തണൽ ആവശ്യമായ വിളയായതിനാൽ ജാതി തെങ്ങിൻ തോപ്പുകളിലും മറ്റ് കൃഷികളുടെ ഇടവിളകൾ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ് പ്രധാന ജാതി കൃഷി മേഖല. തൃശൂർ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലും ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോരങ്ങളും ഒരു പ്രധാന ഉൽപാദന കേന്ദ്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ രേഖകൾ പരിശോധിച്ചാൽ ജാതിയുടെ വാർഷിക കയറ്റുമതി ഓരോ വർഷവും കൂടി വരുന്നതായി കാണാം. 2011-12 291 കോടി വിലമതിക്കുന്ന 3,645 ടൺ ജാതി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയുണ്ടായി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യാൻ 2000 ടൺ ജാതിക്ക ഇറക്കുമതി ചെയ്യുകയുണ്ടായി. ജാതി കൃഷിയുടെ വൻപിച്ച സാധ്യതകളാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗവേഷണ കേന്ദ്രങ്ങളിൽ പല പുതു ഇനങ്ങളും വികസിപ്പിച്ചെടുത്തെങ്കിലും ആവശ്യത്തിന്റെ തൈകൾ കിട്ടാത്തതാണ് പ്രധാന പ്രശ്നം. ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ വിശ്വശ്രീ, മഹാരാഷ്ട്രയിലെ ഡപ്പോളിയിലുള്ള കൊങ്കൺ വിദ്യാപീഠം പുറത്തിറക്കിയ കൊങ്കൺ സുഗന്ധ, സ്വാദ്, ശ്രീമന്തി എന്നിവ ഉണ്ടെങ്കിലും സാധാരണ കർഷകർക്ക് അപ്രാപ്യമാണ്. ജാതിച്ചെടിയിൽ ആണും പെണ്ണുമുണ്ട്. പെൺചെടികൾ മാത്രമേ കായ്ക്കുകയുള്ളൂ. കായ് മുളച്ചുണ്ടാകുന്ന തൈകളുടെ ലിംഗനിർണയം ചെയ്യാൻ ഇവ വളർന്നു കായ്ക്കുന്നതുവരെയുള്ള നീണ്ട കാത്തിരിപ്പ് വേണം. അത് പരിഹരിക്കുവാൻ സാധാരണ നല്ല വിളവ് തരുന്ന പെൺമരത്തിന്റെ കമ്പോ മുകുളമോ ആൺചെടിയിലൊട്ടിച്ച് പെൺമരമാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇത്തരം ചെടി വളർന്നു മരമാകുമ്പോൾ കടപുഴകി വീഴാം. മരം വീണു പോകാതിരിക്കാനും വളർച്ച ത്വരിതപ്പെടുത്താനും ഗോപി കണ്ടെത്തിയ മാർഗമാണ് തായ്ചെടികളിൽ വേരുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ. ഒരു ചെടിക്ക് ഒരു തായ്വേര് എന്നതാണ് കണക്ക്. എന്നാൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന തൈകൾക്ക് 2 മുതൽ 11 വരെയുള്ള തായ്വേരുകൾ ഉണ്ടെന്നാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഊന്ന് കൊടുത്താലും മരം കാറ്റിളക്കുമ്പോൾ വീണ്ടും വിട്ടുപോകും, മരം ഉണങ്ങി പോകുന്നു. ഊന്നൊരു ശാശ്വതമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പൈപ്പിട്ട് ചിലർ നിർത്തുന്നുണ്ട്. അതും അത്ര ശാശ്വതമായ കാര്യമല്ല. അത് ഒരു സ്ഥിരമായ ഒരു രീതിയിൽ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു പ്രക്രിയ എന്നുള്ള നിലയ്ക്കാണ് കാട്ടുജാതി. ഈ ജാതിമരത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട കാട്ടുജാതി. കാട്ടുജാതിയുടെ തയ്യെ ഇതിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തു നോക്കും. അത് ആദ്യം വിജയിച്ചില്ലെങ്കിലും പിന്നീട് അത് വിജയിച്ചു. അത് വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വളർച്ച കൂടുതലായി കണ്ടു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ 2 എന്നുള്ളത് 3 ജോയിൻ്റാക്കി, 3 ചുവടുകളാക്കി. അത് വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ 4 വശത്തുനിന്ന് 1 മരത്തിന് കൊടുത്ത് നിർത്തിയാൽ എങ്ങനെ ഇരിക്കും. അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. പണ്ട് ഞങ്ങളുടെ മനസ്സിലും കൊടുത്ത് വീട്ടിൽ പറമ്പിൽ പോലും ചെയ്തിട്ടുള്ള ആ 4 1 കൊടുക്കുന്ന രീതിയിൽ നടുക്കൊരു വലിയ നാടൻ ജാതിയിലേക്ക് 4 വശത്ത് നിന്ന് 4 കാട്ടുജാതി തൈ ജോയിൻ്റ് ചെയ്തു. ആ ജോയിൻ്റ് ചെയ്ത് നല്ലതുപോലെ പിടിച്ചു. അത് നല്ലപോലെ വിജയിച്ചു. അത് നല്ല വളർച്ചയാണ്. അത് 1.5 കൊല്ലം 2 വർഷത്തിന് കായ്ക്കുന്നുണ്ട്. അത് മരത്തിന് പ്രതിരോധ ശേഷി കൂടും, വളർച്ച കൂടും, കായ്ഫലം കൂടും, ആയുസ് കൂടും. അത്യുൽപാദന ശേഷിയും ഗുണമേന്മയുമുള്ള നാട്ടുജാതി മരത്തിലെ നേരെ വളരുന്ന കൊമ്പിൽ നിന്നും എടുക്കുന്ന മുകുളമാണ് മൂലകാന്ഡമായിട്ടുള്ള കാട്ടുജാതികളെ വച്ചുപിടിപ്പിക്കുന്നത്. ഇത്തരം പാച്ച് ബഡ്ഡിംഗ് ചെയ്ത കൂടത്തൈകളെ ചരിച്ചുവെച്ച് സൂര്യപ്രകാശമേൽക്കാൻ അനുവദിക്കുന്നു. മണ്ണ്, മണൽ, ജൈവവളം, ചകിരിപ്പൊടി ഇവ തുല്യ അളവിലെടുത്ത മിശ്രിതമാണ് ചാക്കുകളിലോ പോളി ബാഗുകളിലോ നിറച്ച് ബഡ് തൈകൾ നടുന്നത്. ഇതിൽ വേരുകൾ ഉറച്ചു കഴിയുമ്പോൾ ബാഗിന് ചുറ്റുമായി കാട്ടുജാതി തൈകൾ നടും. നാട്ടുജാതിയിലെ കായ്കൾ കാട്ടുജാതികളെക്കാൾ മേന്മയുള്ളതെങ്കിലും വളർച്ചയിൽ മുൻപൻ കാട്ടുജാതിയാണ്. ഇപ്രകാരം നട്ട കാട്ടുജാതികൾ നാട്ടുജാതി തൈകളുടെ തണ്ടിനൊപ്പം കനം വരുമ്പോൾ കാട്ടുജാതിയുടെ തൈകളെ ചായ്ച്ച് നാട്ടുജാതിയുമായി അടുപ്പിച്ചൊട്ടിക്കൽ അഥവാ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നു. സ്വതന്ത്രമായി ബാഗിൽ വളരുന്ന ചെടികളെയാണ് ഇപ്രകാരം തമ്മിലൊട്ടിക്കുന്നത്. 10 സെന്റിമീറ്റർ പൊക്കത്തിൽ 3.5 സെന്റിമീറ്റർ നീളത്തിൽ തൊലി അല്പം തടിയോടുകൂടി ചെത്തി നീക്കുന്നു.
ഒട്ടിക്കേണ്ട കൊമ്പുകൾ വളച്ച് സ്റ്റോക്കിന്റെ, അതായത് നാടൻ ജാതി തൈയുടെ ചുവട്ടിലേക്ക് വളച്ച് നേരത്തെ എടുത്ത അളവിൽ മുറിവുണ്ടാക്കി കമ്പുകൾ ചേർത്ത് വെച്ച് പുറമേ കാണാത്ത തരത്തിൽ പ്ലാസ്റ്റിക് നാട കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടുന്നു. തുടർന്ന് എല്ലാ ദിവസവും നനയും നൽകും. ഒട്ടിച്ച് 1 മാസം കഴിയുമ്പോൾ കാട്ടുജാതിയുടെ കെട്ടിന് മുകളിലായി തണ്ടിന്റെ കനത്തിന്റെ 1/3 ആഴത്തിൽ ഇംഗ്ലീഷിൽ വി ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കും. വീണ്ടും 1 മാസം കഴിയുമ്പോൾ മുറിവ് അല്പം കൂടി താഴ്ത്തും. വീണ്ടും 1 മാസം കൂടി കഴിഞ്ഞാൽ കാട്ടുജാതികളുടെ എല്ലാ കൊമ്പുകളെയും വെട്ടി നീക്കം ചെയ്യും. ഈ പ്രക്രിയ കഴിയുമ്പോൾ മുകളിൽ വളരുന്ന നാട്ടുജാതിയുടെ ബഡ് തൈകൾക്ക് വാട്ടം സംഭവിക്കാതിരുന്നാൽ ഒട്ടു വിജയിച്ചു എന്ന് കരുതാം. 100 തൈകൾ ഇപ്രകാരം ചെയ്താൽ 70 മുതൽ 80 തൈകൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയ കാട്ടുജാതികളുടെ വേരുൾപ്പെടെയുള്ള നാട്ടുജാതിക്ക് 2 മുതൽ 11 വരെ തായ്വേരുകളുള്ള ഒട്ടു തൈകളാണ് ഗോപി വളർത്തിയെടുക്കുന്നത്. എത്ര ചുവട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബഡ് ചെയ്യുന്ന ഇനം നല്ലതല്ലെങ്കിൽ ജാതിമരം കാശരിയാവില്ല, പരാജയമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രിക്കനം കൂടിയ നല്ലതുപോലെ കായ്ഫലമുള്ള ലക്ഷണമൊത്ത മരങ്ങളുടെ ഈ മുകളിലോട്ട് പോകുന്ന ഷൂട്ടുകളാണ് മുറിച്ചെടുക്കുന്നത്. പെൺമരത്തിൻ്റെ അത്തരം പെൺമരങ്ങളുടെ ബഡ്സ് തൊലി ഒട്ടിച്ച് മുളപ്പിച്ചാണ് ഈ തൈ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വെള്ളം കെട്ടി നിൽക്കാത്ത ജൈവ വസ്തുക്കൾ ധാരാളം അടങ്ങിയിട്ടുള്ള തണലുള്ള പ്രദേശമാണ് ജാതി കൃഷിക്ക് അനുയോജ്യം. അധികം ചൂടുള്ള പ്രദേശം യോജിച്ചതല്ല. ഈർപ്പം അടങ്ങിയ അന്തരീക്ഷം ജാതിക്ക് യോജിച്ചതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ വരെ ഇത് കൃഷി ചെയ്യാം. 75 × 75 × 75 സെന്റിമീറ്റർ അളവിലും തൈകൾ തമ്മിൽ 8 മീറ്റർ അകലത്തിലും വേണം കുഴി കുത്തേണ്ടത്. മേൽമണ്ണ്, ചാണകപ്പൊടി എന്നിവ മുൻകൂട്ടി നിറച്ച് കുഴികൾ മൂടിയിടണം. മഴക്കാല ആരംഭമാണ് തൈകൾ നടാൻ അനുയോജ്യം. പോളി ബാഗിൽ നേരത്തെ തയ്യാറാക്കിയ 2ൽ കൂടുതൽ വർഷം പഴക്കമുള്ള തൈകളാണ് നടാൻ ഉത്തമം. ബാഗിനനുസരണമായ പിള്ളക്കുഴിയെടുത്ത് കവറിന്റെ അടിഭാഗത്തെ പ്ലാസ്റ്റിക് വട്ടത്തിൽ കീറിയെടുത്ത ശേഷം തൈ സാവകാശം കുഴിയിൽ ഇറക്കി വയ്ക്കുന്നു. ചുറ്റുമുള്ള ബാക്കി പ്ലാസ്റ്റിക്കുകളെയും നീക്കം ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ തൈകൾക്ക് ഉലച്ചിൽ സംഭവിക്കാതെ നടാൻ സാധിക്കും. വളരെ ആഴത്തിൽ പോകാത്ത ശാഖാവേരുകളാണ് ജാതിക്കുള്ളത്. അതിനാൽ ജാതിയുടെ ചുവട് വെട്ടി ഇളക്കാൻ പാടില്ല. മൾട്ടി റൂട്ട് ജാതി എന്നാണ് ഗോപി ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. തായ് വേരുകളുടെ എണ്ണ കൂടുതലും സമൃദ്ധമായ അവയുടെ ശാഖാവേരുകളും ഉള്ളതിനാൽ എത്ര ശക്തമായ കാറ്റിലും പ്രകൃതിക്ഷോഭത്തിലും ഇവ മണ്ണിൽ ഉറച്ചു നിൽക്കുകയും സസ്യമൂലകങ്ങളും വെള്ളവും ആവശ്യത്തിന് വലിച്ചെടുത്ത് ചെടികളുടെ വളർച്ചയും കരുത്തും വർദ്ധിച്ച് 2ാം വർഷം മുതൽ പൂക്കാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ആ സമയം ചെടികളെ കായ്ക്കാൻ അനുവദിക്കാതെ പൂക്കളെ നുള്ളിക്കളയണം. 4ാം വർഷം മുതൽ കായുണ്ടായാലേ കൂടുതൽ വിളവ് ലഭിക്കൂ എന്ന് ഗോപി പറയുന്നു. കനത്ത വിളവാണ് ഇത്തരം ചെടികളിൽ നിന്നും ഉണ്ടാകുന്നത്. കാട്ടുജാതിയുടെ കൂടുതൽ വേരുകൾ ഉള്ളതിനാൽ ഇവയ്ക്ക് രോഗപ്രതിരോധ ശക്തിയും കൂടുതലായിട്ടുണ്ട്. എന്നാലും കാലാവസ്ഥാ വ്യതിയാനത്താൽ അസമയത്തുണ്ടാകുന്ന മഴ കൊണ്ട് രോഗം വരാൻ സാധ്യതയുണ്ട്. പിങ്ക് രോഗം, മണ്ടരി, ശൽക്ക കീടങ്ങൾ, ഇലപ്പുള്ളി രോഗം, കായ്ചീയൽ, കരിമ്പൂപ്പ് എന്നിവ തരണം ചെയ്യാൻ മുൻകരുതൽ എന്ന നിലയിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം, അതിനോടൊപ്പം സ്ട്രെപ്റ്റോസൈക്ലിൻ 200 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഓരോ ചെടിയുടെയും ഇലപ്പരപ്പിലും അടിയിലും റോക്കർ സ്പ്രെയർ കൊണ്ട് തണ്ടിലും വീഴും വിധം തളിക്കുകയും ചുവട്ടിലെ കളകൾ കൈകൊണ്ട് പറിച്ചു മാറ്റുകയും വേണം. തൈ നട്ട് 3ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്നു. ജാതി ക്രമമായ വിളവ് കിട്ടാൻ 15 വർഷം വേണ്ടിവരും. ചുരുങ്ങിയത്
150 വർഷം വരെ നിലനിൽപ്പും വിളവെടുക്കാവുന്ന സവിശേഷതയും ജാതിമരത്തിനുണ്ട്. എല്ലായ്പ്പോഴും ജാതിമരത്തിൽ 1-2 കായ്കൾ ഉണ്ടാകുമെങ്കിലും ഡിസംബർ മുതൽ മെയ് വരെയാണ് കൂടുതൽ കായ്ക്കുന്നത്. പൂക്കൾ ഉണ്ടായി 6 മാസം വേണം കായ്കൾ പാകമാകാൻ. ഈ സമയമാകുമ്പോൾ കായ് വിളഞ്ഞു പൊട്ടുന്നു. വിളഞ്ഞ പഴുത്ത കായുടെ മാംസളമായ പുറന്തോട് മരത്തിൽ വച്ചു തന്നെ അടിയിൽ നിന്ന് പൊട്ടി വിടർന്ന് അകത്തുള്ള കറുത്ത വിത്തും കടും ചുവപ്പ് നിറമുള്ള ജാതിപത്രിയും വെളിപ്പെട്ട് നിൽക്കുന്നതായി കാണാം. ഈ സമയം അവ താനെ തറയിൽ വീഴും. ഇവ ശേഖരിച്ച് വെയിൽ തട്ടാതെ നോക്കി വിത്തിന് സൂക്ഷിക്കുകയോ ഉണക്കി വിൽക്കുകയോ ചെയ്യാം. പാകമായാൽ വീഴുന്നതുവരെ കാത്തിരിക്കാതെ തോട്ടി ഉപയോഗിച്ച് പറിച്ചുമെടുക്കാം. ഒരു ജാതിക്കായ്ക്ക് ചെറുനാരങ്ങയോളം വലിപ്പമുണ്ടാകും. ഇങ്ങനെ ശേഖരിക്കുന്ന ജാതിക്കായുടെ മാംസളമായ തോട് മാറ്റിയ ശേഷം കടും ചുവപ്പ് നിറമുള്ള ജാതിപത്രി അടർന്നു പോകാതെ ഇളക്കിയെടുക്കാം. ജാതിയുടെ ഏറ്റവും വില കൂടിയ ഭാഗവും ഇതുതന്നെ. ഇവ വെയിൽ കൊള്ളിച്ച് ഉണക്കി വിൽക്കാം. എങ്ങനെയാണ് പൊളിക്കുന്നത്? ഇതിപ്പോ ഇങ്ങനെ വിടിയിച്ചങ്ങ് എടുക്കും. ഇത് കണ്ട. അപ്പൊ ഇതിങ്ങനെ അടർന്നു വരാൻ പാടില്ല. അത് അടർന്ന് കൂടുതൽ പാതി ഈ ഫ്ലവർ ആയിട്ട് തന്നെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലേ ഈ ഫ്ലവർ ആയിട്ട് കിട്ടി ഉണങ്ങി കഴിഞ്ഞാൽ ആ ഫ്ലവറിന് വില കൂടുതലാണ്. അത് ചില്ലിക്ക് കഷ്ണങ്ങളായി പോകരുത്. അതാണ്. അത് നമ്മളിത് ഈ ഫ്ലവർ ഇങ്ങനെ കിട്ടാൻ വളരെ വേറെ കാര്യമുണ്ട്, എളുപ്പമുണ്ട്. ഈ കായകളെല്ലാം പറിച്ച് പഴുത്ത പൊട്ടി കായകളെല്ലാം പറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കായോട് കൂടി വെള്ളത്തിലൊന്നിട്ടാകും. വെള്ളത്തിൽ നിൽക്കുന്ന എടുത്ത് വാരി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ച് പെട്ടെന്ന് വിട്ടു. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ജാതിക്കായ്കളെ വെയിലിൽ ഉണക്കി അവയെയും വിൽക്കാം. പുറന്തോടിനും ഇപ്പോൾ വിപണിയുണ്ട്. അച്ചാറുകൾ, ജാം, ജെല്ലി എന്നിവ തയ്യാറാക്കാനാണ് പ്രയോജനപ്പെടുത്തുന്നത്. 20 വർഷം പ്രായമുള്ള ഒരു മരത്തിൽ നിന്നും ശരാശരി 3000 മുതൽ 3500 വരെ കായ്കൾ ലഭിക്കും. 1 കിലോ ജാതിപത്രി കിട്ടാൻ ഉദ്ദേശം 300 ജാതിക്കായും വേണ്ടിവരും. ജാതിക്കായ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. ആയുർവേദ മരുന്നുകളിൽ ഒട്ടുമിക്കതിലും പ്രധാന ചേരുവയാണ്. ജാതിക്കാപ്പൊടി, എണ്ണക്കുഴമ്പ്, ഗുളികകൾ തുടങ്ങിയവയ്ക്കും വിദേശമദ്യം, മധുര പലഹാരങ്ങൾ എന്നിവയിൽ സ്വാദ് കൂട്ടുവാനും ജാതിപത്രി ഉപയോഗിക്കുന്നു. പത്രിയും കായ്ക്കും നല്ല വിലയുണ്ട്. ഇപ്പോൾ 1 കിലോ പത്രിക്ക്, ജാതിപത്രിക്ക്, ചുമല പത്രിക്ക് 1200 1 കിലോയ്ക്ക് വിലയുണ്ട്. അതിൻ്റെ ആ കുരു, റബ്ബർ കുരു പോലുള്ള കുരുവിന് ഉണങ്ങി കൊടുത്താൽ 1 കിലോയ്ക്ക് 350 രൂപ, 375 രൂപ വരെ 1 കിലോയ്ക്ക് വിലയുണ്ട്. ഇത് കൂടാതെ ഈ ജാതിയുടെ തൊണ്ട്, ഈ കായപ്പൊതിഞ്ഞ് ആ വലിയ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് വൻകിട കമ്പനികളൊക്കെ ഇപ്പോൾ അച്ചാറിടാൻ വേണ്ടി അച്ചാറുണ്ടാക്കി വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ജാമുണ്ടാക്കൽ, പിന്നെ ഔഷധ ഗുണം വേറെ പല സാധനങ്ങളുണ്ടാക്കൽ, വീഞ്ഞുണ്ടാക്കൽ. തൊണ്ടിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാം. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ വീട്ടിൽ തന്നെ ഈ ജാതി തൊണ്ടിൽ നിന്നുള്ള വീഞ്ഞുണ്ടാക്കാം. അതിന് ഔഷധ ഗുണവും കൂടും, അത് നല്ലതുമാണ്. പിന്നെ ജാതി പത്രിയിൽ നിന്നും ജാതിക്കായിൽ നിന്നും പ്രത്യേകമായിട്ട് ഈ വാറ്റി തൈര് കൊടുക്കുന്നുണ്ട്. ഗോപിയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായ 1ലേറെ തായ്വരുകൾ ചേർന്ന ജാതി തൈകൾ കാർഷിക ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഗോപിയുടെ ഈ നൂതന ഗ്രാഫ്റ്റിംഗ്, ബഡിംഗ് കൂടിയിട്ടുള്ള ഈ പുതിയ രീതി തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇതൊരു കർഷകന്റെ കയ്യിൽ നിന്നുള്ള ഗവേഷണമാണ്. സാധാരണ ബഡ് ജാതിയിൽ ഒരു വേരുപടലം മാത്രമാണ് കാണാറുള്ളത്. ഇതിൽ 2ഓ അതിൽ കൂടുതലോ വേരുപടലം സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും കൂടുതൽ വേരുപടലം വരുന്ന സാഹചര്യത്തിൽ ആ ചെടിയുടെ കരുത്ത് കൂടുതലായിരിക്കും. മാത്രമല്ല ഇത് കൂടുതൽ മണ്ണിൽ ആഴ്ന്നിറങ്ങി ചെടി കൂടുതൽ കരുത്തോടെ പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് കാറ്റിൽ നിന്ന് വീഴാനുള്ള സാധ്യതയെല്ലാം വളരെ കുറവാണ്. അതേസമയം തന്നെ ഇത്രയും ഇത്രയധികം റൂട്ട് സ്റ്റോക്ക് വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ബഡിങ് ചെയ്യുമ്പോൾ മുളച്ചു വരുന്ന ബഡ് വളരെ കരുത്തുള്ളതായിരിക്കും. ഏതാണ്ട് 25 വർഷം മുമ്പ് ഇതേ തോട്ടത്തിൽ വന്ന് അന്ന് ക്വിൻ്റൽ വാഴകൾ അധികം വിളയിച്ച് നാടൊട്ടുക്ക് അതിന് വിതരണം നടത്തിയ ഗോപി ഇന്ന് ഈ ജാതി മരം അതിന് തൈകളുണ്ടാക്കി നാട്ടുകാർക്ക് കൊടുത്ത് പുതിയൊരു കാർഷിക വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ഇത് കാണാൻ ഒട്ടേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇത്തരം അത്ഭുതങ്ങൾ, പരീക്ഷണങ്ങൾ ഒരു കർഷക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക്, കർഷകനായ ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ
പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാര്യയും മക്കളും മാത്രമല്ല, സഹോദരങ്ങളും അവരുടെ മക്കളും ഉൾപ്പെടെ വിശാലമായ കുടുംബത്തിലെ പുതുതലമുറയെയും ഗോപി ഒട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സഹായത്തോടെയാണ് മുഴുവൻ ജോലികളും നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിനകം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഗോപിയെ തേടിയെത്തി. സർക്കാരിന്റെ കർഷകോത്തമ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ ഉദ്യാൻ പണ്ഡിറ്റ്, തൊടുപുഴ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ കർഷക തിലക്, അങ്ങനെ പട്ടിക നീളുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടിയ അംഗീകാരം മൾട്ടി റൂട്ട് ജാതി കണ്ടുപിടിച്ചതിന് 2014 കേന്ദ്ര സർക്കാരിന്റെ സ്പൈസസ് റിസർച്ച് സെന്റർ നൽകിയതാണ്. കൃഷിയെ സംബന്ധിച്ചോളം നല്ല തൈ നടുക എന്ന് പറയുമ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് അത് എവിടുന്ന് എങ്ങനെയാണ് നല്ല തൈ ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗോപി എന്നുള്ള ഒരു കർഷകൻ നല്ല തൈ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മൾട്ടി റൂട്ട് സിസ്റ്റം എന്നുവെച്ചാൽ പല ചെടികൾ, പ്രത്യേകിച്ച് കാട്ടുജാതി തൈകൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് 3, 4, 5 എന്നുള്ള രീതിയിൽ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു തൈ ഉണ്ടാക്കുകയും ആ ശക്തമായി വളരുന്നതായിട്ടുള്ള തൈയിൽ നല്ല ഇനം ജാതിയുടെ ബഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഗോപി അവലംബിച്ചെടുത്തിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ ആ തൈകൾ വളരുന്നത് കാണുകയും അതിനൊരു പ്രോത്സാഹനജനമായി ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. മൂന്നാർ റോഡിൽ അടിമാലി ടൗണിന് 2 കിലോമീറ്റർ പിന്നിലാണ് ഗോപിയുടെ ചെറുകുന്നേൽ നഴ്സറി. സവിശേഷമായ മൾട്ടി റൂട്ട് ജാതി തൈകൾ കാണാനും പഠിക്കാനും വാങ്ങാനും എത്തുന്ന സന്ദർശകരുടെ തിരക്കൊഴിയുന്ന സമയം കുറവ്. കുടുംബ പാരമ്പര്യത്തിൽ നിന്നും ഊർജം സംഭരിച്ച് കരുത്തോടെ മുന്നേറുന്ന CM ഗോപി കാർഷിക കേരളത്തിന് തുടർന്നും മഹത്തായ സംഭാവനകൾ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 21.209 കോടി രൂപയുടെ നാളികേര പ്രോജക്ടുകൾക്ക് അനുമതി. നീര കേരാമൃതം ബ്രാൻഡിൽ വിതരണം ചെയ്യുന്നതിന് ധാരണാപത്രം. വിശദമായ വാർത്തകളിലേക്ക്. കേരോൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംസ്കരണവും ഗവേഷണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നാളികേര ടെക്നോളജി മിഷൻ 21.209 കോടി രൂപയുടെ 19 പദ്ധതികൾക്ക് അനുമതി നൽകി. 4.256 കോടി രൂപയുടെ സബ്സിഡിയും അനുവദിച്ചു. പദ്ധതികളിൽ 5 എണ്ണം ഗവേഷണ പദ്ധതികളും 13 എണ്ണം നാളികേര സംസ്കരണത്തിനും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനും 1 മാർക്കറ്റ് പ്രൊമോഷനുമുള്ളതാണ്. നാളികേര വികസന ബോർഡ് ചെയർമാൻ TK ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. കേരളത്തിൽ പ്രതിദിനം 15,000 തേങ്ങ സംസ്കരിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ സംസ്കരണ യൂണിറ്റിന് അനുമതി ലഭിച്ചു. കൂടാതെ പ്രതിദിനം 20,000 നാളികേരം സംസ്കരിക്കാൻ 6 ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ യൂണിറ്റ്,
3000 കരിക്ക് സംസ്കരിച്ചെടുക്കാൻ ശേഷിയുള്ള 2 ഇളനീർ സംസ്കരണ യൂണിറ്റ്, 26 മെട്രിക് ടൺ ശേഷിയുള്ള 2 ചിരട്ടക്കരി ഉൽപാദക യൂണിറ്റ്, 20 മെട്രിക് ടൺ ചിരട്ട സംസ്കരിക്കാൻ ശേഷിയുള്ള 1 ചിരട്ടപ്പൊടി ഉൽപാദക യൂണിറ്റ്, 12 ലക്ഷം തേങ്ങ പ്രതിദിനം സംസ്കരിച്ചെടുക്കാൻ ശേഷിയുള്ള 1 ഉണ്ടക്കൊപ്ര യൂണിറ്റും 70 ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പോയിന്റുകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റ് പ്രൊമോഷണൽ പ്രോഗ്രാമും ഇതിൽപ്പെടും. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ പ്രധാന കാർഷിക പദ്ധതികൾ. കാർഷിക രംഗത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനം ലാക്കാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് അനുമതി നൽകി. 2000 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായമാകും. കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നീര ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും സംബന്ധിച്ച് കേരള കാർഷിക സർവകലാശാലയും നാളികേര വികസന കോർപ്പറേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. നീര ഉൽപ്പാദനത്തിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിലൂടെ പുറത്തിറക്കുന്ന കേരാമൃതം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ധാരണാപത്രം സഹായിക്കുമെന്ന് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന നീര കേരാമൃതം എന്ന ബ്രാൻഡിലും ട്രേഡ് മാർക്കിലും വിതരണം നടത്തുന്നതിന് സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന് അധികാരം നൽകുന്നതാണ് ധാരണാപത്രം. ഉദ്യാനവിളകൾ, സുഗന്ധവിളകൾ, ഔഷധികൾ തുടങ്ങിയവയുടെ കൃഷി, പ്രത്യുൽപാദനം, നഴ്സറി നിർമ്മാണം, സംരക്ഷിത കൃഷി തുടങ്ങിയവയ്ക്ക് ഹോർട്ടികൾച്ചർ ബോർഡ് ധനസഹായം നൽകും. മണ്ണിര കമ്പോസ്റ്റ്, തേനീച്ച വളർത്തൽ, തേനുൽപ്പന്നങ്ങൾ, കൂൺ കൃഷി, കശുവണ്ടി കൃഷി എന്നിവയ്ക്ക് സബ്സിഡിയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0471 2 337 578. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 12,900 രൂപ, കോഴിക്കോട് 13,900 രൂപ, തൃശൂർ 12,900 രൂപ. കൊപ്ര കൊച്ചി 8,755 രൂപ, കോഴിക്കോട് 8,850 രൂപ, തൃശൂർ 8,785 രൂപ. കുരുമുളക് ഗാബിൾഡ് 60,000 രൂപ, അൺഗാബിൾഡ് 60,000 രൂപ, ഗാബിൾഡ് 63,000 രൂപ. ചുക്ക് മീഡിയം 21,300 രൂപ, ബെസ്റ്റ് 23,300 രൂപ. മഞ്ഞൾ സേലം 8,600 രൂപ, ഈറോഡ് 8,900 രൂപ. അടയ്ക്ക 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,300 രൂപ, RSS 4 ഗ്രേഡ് 12,500 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,225 രൂപ, RSS 4 ഗ്രേഡ് 12,475 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 12,900 രൂപ, കൊപ്ര 8,755 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, റോട്ടറി 2,900 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 60,000 രൂപ, ഗാബിൾഡ് 63,000 രൂപ. ചുക്ക് മീഡിയം 21,300 രൂപ, ബെസ്റ്റ് 23,600 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ. അടയ്ക്ക പുതിയത് 21,000 രൂപ മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 280 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 രൂപ മുതൽ 550 രൂപ വരെ. ജാതിപത്രി 700 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 830 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,300 രൂപ, RSS 4 ഗ്രേഡ് 12,500 രൂപ. ഒട്ടുപാൽ 8,600 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. ഊഹക്കച്ചവടക്കാരുടെ തിരിച്ചുവരവ് ഏലക്ക അവധി നിരക്കുകൾ ഉയർത്തിയത് ലേല കേന്ദ്രങ്ങളെയും സജീവമാക്കി. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി മികച്ച ഇനം ഏലക്ക വില കിലോ 1,002 രൂപയായി ഉയർന്നു. ആഭ്യന്തര വാങ്ങലുകാരും ചില കയറ്റുമതിക്കാരും ഉൽപ്പന്നത്തിൽ താൽപര്യം കാണിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് അന്വേഷണങ്ങൾ തുടരുകയാണ്. അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന വിപണിയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്താൽ പുതിയ കച്ചവടങ്ങൾ പ്രതീക്ഷിക്കാം. കിലോ 620 രൂപയിലാണ് കുരുമുളക്. മലബാർ മേഖലയിൽ വെളിച്ചെണ്ണ വില താഴ്ന്നു. സ്റ്റോക്ക് വിറ്റഴിക്കാൻ മില്ലുകാർ തിടുക്കം കാണിച്ചെങ്കിലും കോഴിക്കോട് കൊപ്ര സ്റ്റഡി നിലവാരത്തിലാണ്. കാർഷിക മേഖലകളിൽ നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. വിദേശത്ത് റബ്ബർ വില ഉയർന്നെങ്കിലും വ്യവസായികൾ കൊച്ചി കോട്ടയം വിപണികളിൽ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ നിരക്കുയർത്താൻ മടിഞ്ഞു. അടുത്ത വാരം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കാർഷിക മേഖല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.
കോഴിക്കോട് 35.2 26, കൊച്ചി 33 26.4, ആലപ്പുഴ 34 27.3, പുനലൂർ 34 24.6, തിരുവനന്തപുരം 32.8 25.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.